ഉണ്ട്, തെങ്ങുണ്ട്, നമ്മുടെ ആവശ്യത്തിനുള്ള തെങ്ങുണ്ട്. പിന്നെ ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഇത് ചെയ്യാൻ എന്താണ് പ്രചോദനം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ബേസിക്കലി എൻ്റെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് കൃഷി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കൃഷി ഇഷ്ടമല്ലേ? ഞാൻ ആക്ച്വലി എൻ്റെ സ്ഥലം ട്രിവാൻഡ്രവും അദ്ദേഹത്തിൻ്റെ സ്ഥലം പിറവും. അത് നല്ലൊരു ഗ്രാമീണ സ്ഥലമാണ്. ഹസ്ബൻഡിൻ്റെ അച്ഛനൊക്കെ ഭയങ്കര കൃഷിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൃഷിയോട് താല്പര്യമാണ്. അങ്ങനെ ഞങ്ങൾ വീടൊക്കെ വെച്ചതിന് ശേഷം കൃഷി ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ സ്ഥലം വാങ്ങിയത്. ഇതിപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കൊന്നും കൃഷിയിൽ താല്പര്യമില്ലേ? കുട്ടികളൊക്കെ പഠിക്കുന്ന അവരുടെ കാലം വരുമ്പോൾ താല്പര്യം വരുമായിരിക്കും. നമ്മുടെ ഇതൊക്കെ കാണുമ്പോൾ അവർ വന്ന്. ഇതെന്താണ് ഇവിടെ ഒരു വീട് പോലെ ഉണ്ടല്ലോ? ഇത് നമ്മുടെ പമ്പ് ഹൗസാണ്. ഇതിനകത്താണ് മീറ്ററും പമ്പും മറ്റു കാര്യങ്ങളും. എന്തൊക്കെ വളമാണ് ഉപയോഗിക്കുന്നത്? ചാണകപ്പൊടി ഇത് കാണുന്നില്ലേ, ഉള്ളിത്തൊലി, അതൊക്കെ നമ്മൾ ജൈവവളം മാത്രമാണ് യൂസ് ചെയ്യുന്നത്. യാതൊരു വിധമായ രാസവളം യൂസ് ചെയ്യുന്നില്ല. ഈ വലിയ മരങ്ങളുടെയൊക്കെ ഇല എടുത്ത് ഇതിൻ്റെ മൂട്ടിലിടുക, അങ്ങനെയൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. പിന്നെ അതൊക്കെയാണ്. പിന്നെ നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് പ്രചോദനം എന്ന് ചോദിച്ചല്ലോ. ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പ്രൊഫഷണൽസാണ്. അപ്പോൾ നമുക്ക് വീക്ക് ഡേയ്സിൽ നല്ല ഹെക്റ്റിക് വർക്കാണ്. അപ്പോൾ നമുക്കത് റിലാക്സേഷൻ, അതായിരുന്നു നമ്മുടെ മെയിൻ ഉദ്ദേശം. സാറ്റർഡേ വൈകുന്നേരം തൊട്ട് സൺഡേ ഈവനിങ് വരെ ഞങ്ങൾ ഇവിടെയാണ്, കൂടുതൽ സമയം ഇവിടെയാണ്. നമ്മൾ ഇവിടെ നിന്നിട്ട് നമ്മൾ ഭയങ്കര ചെറുപ്പമായിട്ട് നിൽക്കുന്നത് ഇത് കൊണ്ടാണോ? ചെറുപ്പമായിട്ട് ഞങ്ങൾ എപ്പോഴും ആക്റ്റീവാണ്. അതായിരിക്കാം ഒരു കാരണം എന്നെനിക്ക് തോന്നുന്നു.